നമസ്കാരം. ഇന്ന് സംഖ്യകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ്. ആദ്യത്തെ സംഖ്യ 5ഉം രണ്ടാമത്തെ സംഖ്യ 7ഉമാകുന്നു. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായ ആ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം കാര്യങ്ങൾ നടക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവരുടെ പിന്തുണയാലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് മുന്നേറുന്നതിനാലോ ഇപ്രകാരം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പരിശ്രമങ്ങൾ ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ താൽക്കാലികമായ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എങ്കിൽ പോലും മുന്നോട്ട് പോകുന്നതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. സൽസന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി വന്ന് ചേരാവുന്നതാകുന്നു. വിദേശ യാത്രകൾ അല്ലെങ്കിൽ ദൂരദേശത്തേക്കുള്ള യാത്രകൾക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാരണം അത്തരം കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തുടക്കത്തിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശ യാത്രകൾ കൂടാതെ ദൂരദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പെട്ടെന്ന് എടുത്തുചാടി ഒരു കാര്യം ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അല്പം ചിന്തിച്ചതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. ഏത് കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്കാണ് കാരണമായി തീരുക. പെട്ടെന്ന് ഒരു മാറ്റത്തിനുള്ള സമയമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് പല തിരിച്ചടികളിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകണം എന്നില്ല. എന്നാൽ ക്രമേണ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ മാറി നിൽക്കുകയാണ് എങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളും മുൻപ് സംഭവിച്ചത് ഓർത്ത് വിഷമിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതേക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ വിഷമിക്കുകയാണ് എങ്കിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങളെ പോലും അത് ബാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങൾക്കും ഇപ്പോൾ തീർപ്പ് ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫലിക്കണം എന്നില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾ അല്പം മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. കൃത്യമായ ഉപദേശങ്ങൾ, മുന്നോട്ട് പോകുവാനുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സ്വന്തമായി തന്നെ ഏത് കാര്യവും വിശകലനം ചെയ്യുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ സ്വയം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.
താൽക്കാലികമായ തിരിച്ചടികളാണ് വന്നു ചേരുക. എന്നാൽ അത് തരണം ചെയ്ത് ആഗ്രഹ സാഫല്യവും മറ്റു രീതിയിലുള്ള കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അതീവ ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളിലും നേരിട്ടു അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും സാധിക്കുന്നതാണ്. ബന്ധങ്ങളിൽ ഇപ്പോൾ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ദുരിതങ്ങൾ എല്ലാം തന്നെ മാറും എന്ന വ്യക്തമായ ചിന്ത ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരേണ്ടതാകുന്നു. ശത്രുദോഷങ്ങൾ പലപ്പോഴും പിന്തുടരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും എങ്കിൽ പോലും പിന്നീട് അത് അനുകൂലമായി തീരുകയും ചെയ്യാം. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മറ്റുള്ളവരോട് ഈ സമയം സംസാരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അത്തരം കാര്യങ്ങൾ രഹസ്യമാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം അമിതമായി വിശ്വസിച്ചവരിൽ നിന്നും അവർ പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പല വ്യക്തികളാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദോഷങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. സംസാര കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നൽകും. താൽക്കാലികമായ ചില കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കും എങ്കിൽ പോലും ആ കാര്യങ്ങൾ പിന്നീട് തിരിച്ചടികളായി മാറാം. അതിനാൽ ശ്രദ്ധയോടെ ഏത് കാര്യവും ചെയ്യുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാകുന്നു. എന്നാൽ ഉടനെ തന്നെ അത് സംഭവിക്കണം എന്നില്ല. എന്നാൽ തുടർന്ന് അല്പം കൂടി ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. ഭാവിയെക്കുറിച്ച് വളരെയധികം ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനം അഥവാ ഈശ്വര കടാക്ഷമുള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാഹചര്യം തന്നെ വന്നു ചേരും. ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനഃപൂർവമായി തന്നെ പലരും നിങ്ങളെ അനുകൂലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ ആഗ്രഹങ്ങൾ നടക്കണം എന്ന ചിന്തയാൽ പല പ്രവൃത്തികൾ ചെയ്യും എങ്കിൽ പോലും തുടക്കത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുകയും അത്തരം കാര്യങ്ങൾ വളരെയധികം പ്രയാസകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏത് കാര്യത്തിനും സമയം നൽകുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിലും ശ്രദ്ധയും പുലർത്തി മുന്നോട്ട് പോവുക. നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴുള്ള തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പഴയതുപോലെ തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ആഗ്രഹ സാഫല്യത്തിലാണ് എങ്കിൽ പോലും അഥവാ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. എന്നാൽ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. ചിലർ നൽകുന്നതായ ഉപദേശങ്ങൾ തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു.